നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൃഷ്ണേട്ടാ പ്ലീസ്. കൃഷ്ണേട്ടാ ചെല്ല്. മതി, നിൽക്ക്. എനിക്ക് ഇത്രയും മതിയായിരുന്നു. ഇതുവരെ തോറ്റവളായിരുന്നു സുസ്മിത. ഈ നിമിഷം ഞാൻ ജയിച്ചു. ഇനി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം, ജയിലിലാണെങ്കിൽ പോലും. എന്ത് സാധനവും കിട്ടുന്നത് വരെയുള്ള എന്റെ മോഹം. രോഹിത്തിന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയായിരുന്നു. അവനോട് എനിക്കൊരു കൗതുകം തോന്നി. ചക്കരെ മുത്തേന്നൊക്കെ പറഞ്ഞവൻ പിന്നാലെ നടക്കാൻ തുടങ്ങിയപ്പോ വെറുപ്പാ തോന്നിയത്. അങ്ങനെ അവനെ ഞാൻ വിട്ടതും. വിഷ്ണുവേട്ടന്റെ കാര്യത്തിൽ നേരെ മറിച്ചായിരുന്നു. ഞാൻ പിന്നാലെ നടന്നിട്ടും വിഷ്ണുവേട്ടൻ തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ എനിക്ക് വാശി തോന്നി. കിട്ടാത്തത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമല്ലോ. അതിലാണല്ലോ ഒരു ഹരം. പക്ഷേ അതിനിടയിലേക്ക് നീ വന്നു ശാലിനി. അങ്ങനെ മത്സരം മുറുകി. എന്റെ ഹരവും കൂടി. നിന്റെ കഴുത്തിൽ വിഷ്ണുവേട്ടൻ താലി കെട്ടിയെങ്കിലും വിഷ്ണുവേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. ആ താലിമാല നീ തന്നെ വിഷ്ണുവേട്ടന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കണമായിരുന്നു. മതി, ഇത്രയും മതി. എന്റെ അത്രയിൽ അവസാനിച്ചു. പോകുന്ന വഴി ഏതെങ്കിലും ഓടയിലേക്ക് കളഞ്ഞേക്ക് നിങ്ങളാ താലിമാല. നീ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടന്നില്ലേ? ഇനിയെങ്കിലും ആ ഡ്രഗിന്റെ പേരൊന്ന് പറ. അപ്പോ ഈ യുദ്ധത്തിനിടെ എനിക്കേറ്റ മുറിവുകളോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.